ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ റൈസും തയ്യാറാക്കാമെങ്കിൽ പിള്ളേർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇത് നമുക്ക് ഞായറാഴ്ചകളിലൊക്കെ ചിക്കൻ വാങ്ങിക്കുമ്പോൾ 1-2 പീസ് ചിക്കൻ എടുത്ത് മാറ്റി വെച്ച് ഈ രീതിയിൽ പിള്ളേർക്ക് നമ്മൾ ലഞ്ച് ബോക്സ് തയ്യാറാക്കി കൊടുക്കാമെങ്കിൽ അവർക്കത് വളരെയധികം സന്തോഷമായിരിക്കും. ഇത് ഞാൻ ചോറ് തലേദിവസം വേവിച്ച് വെച്ചിരിക്കുന്ന ചോറാണ്. ഒരു 70% വേവിച്ച് വെച്ചിരിക്കുന്ന ബസുമതി റൈസ്, ചിക്കൻ, സ്പ്രിംഗ് ഒനിയൻ, കോളിഫ്ലവർ, ക്യാബേജ്, ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, ഉപ്പ്, ബീൻസ് ഉണ്ടെങ്കിൽ കുറച്ച് ബീൻസ് കൂടെ എടുക്കാം, പിന്നെ 2 കോഴിമുട്ട. ഒരു പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്യാം. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഗ്രാമ്പു, കറുവാപ്പട്ട ഇതെല്ലാം ഓരോ കഷ്ണം വീതം ഇട്ട് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പും പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ രീതിയിൽ ചിക്കൻ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് ഒരുപാടങ്ങ് വെന്ത് പോകണ്ട, കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതി. കുറച്ച് ഉപ്പുകൂടെ ആഡ് ചെയ്യാം ഈ സമയത്ത്. വെജിറ്റബിളിന് ആവശ്യമായ ഉപ്പിട്ടാൽ മതി. ചിക്കൻ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ടും റൈസ് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടും ഉപ്പിടുമ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് അളവിന് മാത്രമേ ഇടാൻ പാടുള്ളൂ. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാമെങ്കിൽ പെട്ടെന്ന് അതൊന്ന് വഴന്ന് വരുവേ. ഇത് നമുക്ക് ഇതിന് നടുക്കോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് ചിക്കി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് ചിക്കിയെടുക്കാം. ഇപ്പോൾ ഇതൊരുവിധം സെറ്റായിരിക്കുകയാണ്. ഈ സമയത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ച് നമുക്ക് ചെറിയ രീതിയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് കുറച്ചായിട്ടിട്ട് ഇളക്കി കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് സ്പ്രിംഗ് ഒനിയനും പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ആഡ് ചെയ്തെടുത്താൽ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കൊച്ചുങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ സ്കൂളിൽ കൊടുത്തുവിടാൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. താങ്ക് യു.